കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്ന അറബികളിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം മതം എത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഈ അറബികളാവട്ടെ കേരളക്കരയിലേക്ക് വന്നത് ഇസ്ലാം മത പ്രബോധനത്തിന് വേണ്ടിയായിരുന്നില്ല. അവർ തീർത്തും കച്ചവടത്തിന് വേണ്ടി മാത്രം വന്നവരായിരുന്നു നമ്മുടെ നാട്ടിലേക്ക്. ആ കാലഘട്ടം 8-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. ആ 8-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലേക്ക് മുസ്ലിം കച്ചവടക്കാർ എത്തിയിട്ടുണ്ട് എന്നാണ് ഏകദേശ ധാരണ. അതിന് കൃത്യമായ കണക്കോ കൊല്ലോ മാസോ ഒന്നും ആരും എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീയതികളൊന്നും നമുക്ക് വ്യക്തമായിട്ട് കിട്ടാനുമില്ല. എന്തായിരുന്നാലും കേരളത്തിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്ന അറബികളിലൂടെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ വേരുകൾ പതുക്കെ പതുക്കെ മണ്ണിൽ ആഴ്ന്നിറങ്ങുക തുടങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, കേരളത്തിലേക്ക് വന്ന അറബികൾ കേരളത്തിൽ ഇസ്ലാം മതത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഒരു പ്രബോധന സംരംഭവും അവർ നടത്തിയിട്ടില്ല. വഅ്ള് പറഞ്ഞിട്ടില്ല, ഖുർആൻ ക്ലാസ് നടത്തിയിട്ടില്ല, സമ്മേളനം നടത്തിയിട്ടില്ല, സംഘടന ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കേരളക്കരയിൽ അവരിലൂടെ ഇസ്ലാമിൻ്റെ സൗരഭ്യം പെട്ടെന്ന് പടർന്നു പിടിക്കാൻ തുടങ്ങി. കാരണം എന്തായിരുന്നു അറിയോ? ആ കാലഘട്ടത്തിലെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവുമൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. മേൽജാതിക്കാരൻ്റെ കൺവെട്ടത്ത് പോലും കീഴ്ജാതിക്കാരൻ കാണാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം. നമ്മളൊക്കെ ഈ കുട്ടികൾക്കൊക്കെ അറിയാം, ഒരുപക്ഷെ ചരിത്രം വായിക്കുമ്പോൾ അവർ പഠിച്ചിട്ടുണ്ടാവും. മേൽജാതിക്കാരൻ്റെ വീട്ടിൽ പണിക്ക് പോകുന്ന കീഴ്ജാതിക്കാരന് ഭക്ഷണം കൊടുക്കുന്നത് പാത്രങ്ങളിലല്ല, വീട്ടിലെ മുറ്റത്തിൻ്റെ അങ്ങേയറ്റത്ത് നിലത്ത് മണ്ണിൽ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് വാഴയിലകൾ ഇറക്കി വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വറ്റുകുറഞ്ഞ കഞ്ഞി പ്ലാവിൻ്റെ ഇല കൊണ്ട് കുമ്പിള് കുത്തിയിട്ട് മുക്കി കുടിക്കണം. മേൽജാതിക്കാരൻ നടന്നു പോകുന്ന വഴിയിൽ കീഴ്ജാതിക്കാരൻ നടക്കാൻ പാടില്ല. അഥവാ കീഴ്ജാതിക്കാരൻ നടക്കുകയാണെങ്കിൽ അവൻ്റെ പിൻഭാഗത്തെ ഒരു കയറിൽ ഒരു ചൂല് കെട്ടിവെക്കണം എന്നാ. എന്തിനറിയോ? ഈ കീഴ്ജാതിക്കാരൻ നടക്കുമ്പോൾ അവൻ്റെ കാൽപാദങ്ങൾ മണ്ണിൽ ആ പാദങ്ങൾ അടയാളമുണ്ടാക്കും. ആ അടയാളങ്ങളിൽ മേൽജാതിക്കാരൻ ചവിട്ടിയാൽ അതവൻ അയിത്തമാകും. അതുകൊണ്ട് കീഴ്ജാതിക്കാരൻ്റെ കാലടയാളങ്ങൾ മാഞ്ഞു പോകാൻ ഒരു ചൂലിങ്ങനെ പിന്നാലെ കെട്ടി വലിച്ചുകൊണ്ട് നടക്കണം എന്നാ. കീഴ്ജാതിക്കാരൻ്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ഒരു ചിരട്ട കെട്ടിയിട്ട് അതിൽ മണ്ണിട്ട് വെക്കും. എന്തിനറിയോ? കീഴ്ജാതിക്കാരൻ മണ്ണിൽ തുപ്പാൻ പാടില്ല, തുപ്പിയാൽ മണ്ണ് അശുദ്ധമാകും. അതുകൊണ്ട് തുപ്പുന്നത് ഈ ചിരട്ടയിലേക്കാക്കണം. കീഴ്ജാതിക്കാരന് സ്വന്തമായിട്ട് സ്വത്തോ ഭൂമിയോ ഉണ്ടാക്കാൻ പാടില്ല. അവൻ ഉണ്ടാക്കുന്ന ഭൂമിയിലെ അവൻ്റെ കാർഷിക വിഭവങ്ങൾ അവൻ്റേതല്ല, മേൽജാതിക്കാരൻ്റെതാ. വാഴക്കൊല എന്ന ഒരു കവിത വായിച്ചിട്ടില്ല നിങ്ങൾ? കീഴ്ജാതിക്കാരൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഓരോ പ്രാവശ്യം വാഴക്കൊലയുടെ കായ മൂത്തു വരുമ്പോഴും പ്രതീക്ഷയോടുകൂടി അവൻ നോക്കി വെക്കെ ഒരിക്കൽ അവൻ്റെ ജന്മി വന്നിട്ട് ആ കൊലയും വെട്ടിപ്പോയ കണ്ണീരിൻ്റെ നനവുള്ള കവിത വായിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവൂല. അത്രമാത്രം അയിത്വവും മനുഷ്യന്മാരെ തമ്മിൽ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ ജാതിയുടെ പേരിൽ വേർതിരിച്ചു നിർത്തുന്ന മൃഗീയമായ ഒരവസ്ഥ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. ആ കേരളത്തിലേക്കാണ് നല്ല 7 അടി വലിപ്പമുള്ള സ്വർണത്തിൻ്റെ നിറമുള്ള കണ്ടാൽ ആരും നോക്കി നിൽക്കുന്ന അറബി കച്ചവടക്കാർ കയറി വന്നത്. ആ അറബി കച്ചവടക്കാർ അവരുടെ ജോലിക്കാരായ കീഴ്ജാതിക്കാരുടെ തോളിൽ കൈയിട്ട് പിടിച്ചു, അവരെ ചേർത്തു പിടിച്ചു, അവരുടെ വീടുകളിൽ പോയി ഇരുന്നു, അവരുടെ ചാണകം മെഴുകിയ വരാന്തകളിൽ അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. അവർ വിളമ്പിക്കൊടുത്ത ഭക്ഷണം സ്വാദോടുകൂടി കഴിച്ചു. അവർ വിരിച്ചു കൊടുത്ത കൈതോലപ്പായകളിൽ അവർ സമാധാനത്തോടെ കിടന്നുറങ്ങി. നമ്മുടെ നാട്ടിലെ കീഴ്ജാതിക്കാർക്ക് അതൊരു അത്ഭുതമായിരുന്നു. അവർ ചോദിച്ചു ഈ അറബികളോട്, ഞങ്ങളുടെ നാട്ടിലെ മേൽജാതിക്കാർ ഉയർന്ന തറവാട്ടുകാർക്ക് ഞങ്ങൾ മനുഷ്യരല്ല, പക്ഷേ നിങ്ങൾക്കെങ്ങനെ ഞങ്ങൾ മനുഷ്യരായി? ആ ചോദ്യത്തിന് അറബികൾ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ ഒരൊറ്റ മറുപടിയാണ് കഴിഞ്ഞ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മൈതാനിയിൽ ലോകം മുഴുവനും അത്ഭുതത്തോട് കേട്ട മറുപടി. എന്താണ് ആ മറുപടി എന്നറിയോ? ഇസ്ലാമിൽ ജാതിയില്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ തറവാടിൻ്റെ ജന്മത്തിൻ്റെ പേരിൽ ആളുകളെ വ്യത്യസ്തരാക്കുന്ന ഒരേർപ്പാടേ ഇല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരേ ഉള്ളൂ, എല്ലാവരും മനുഷ്യരാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. വിശുദ്ധ ഖുർആൻ ലോകത്ത് നടത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനം മനുഷ്യരെ ഒന്നായി കാണുന്ന പ്രക്രിയയാണ്. നിങ്ങൾക്കറിയില്ലേ, അറബികൾ
ഗോത്രത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ ഏറെ അഹങ്കരിക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ ഗോത്രമാണ്, ഞങ്ങളുടെ വംശമാണ്, ഞങ്ങൾ ഖുറൈശികളാണ്, ഞങ്ങൾ അറബികളാണ് എന്നൊക്കെ പ്രത്യേകമായി ഗോത്രത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മനുഷ്യരെ അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ ഒരു പ്രത്യേകതയുമില്ല. എവിടെയാ പറഞ്ഞത്? അമേരിക്കയിൽ പോയിട്ടല്ല പറഞ്ഞത്. തൻ്റെ നാട്ടിലെ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ മുഖത്തേക്ക് ചൂണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, ഒരറബിക്ക് ഒരനറബിയേക്കാൾ, ഒരു കറുത്തവന് ഒരു വെളുത്തവനേക്കാൾ ഒരു പ്രത്യേകതയും ഈ ലോകത്തില്ല. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് അവൻ്റെ ജാതിയുടെ, ജനിച്ച വീടിൻ്റെ, തറവാടിൻ്റെ, നിറത്തിൻ്റെ, ജോലിയുടെ അടിസ്ഥാനത്തിലല്ല. അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠനാകുന്നത് അവൻ്റെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ, അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, പ്രവാചകന്റെ കാലത്തെ സാഹിർ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ചരിത്രത്തിൽ നമുക്ക് അദ്ദേഹത്തെ തെരഞ്ഞാൽ കാണൂല. കാരണം സാഹിർ ഒരു കറുത്ത ചെറുപ്പക്കാരനാണ്. ചുരുണ്ട മുടിയും പതിഞ്ഞ മൂക്കും കുറിയ നിറവും മുഖത്ത് ഇത്തിരി വൈരൂപ്യമൊക്കെയുള്ള, പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത, കാണാൻ ഭംഗിയില്ലാത്ത ഒരു സാധാരണ ഒരു അടിമ ചെറുക്കനാണ് ഈ സാഹിർ. പക്ഷേ അദ്ദേഹത്തിന് ഇസ്ലാമിനോട് വലിയ സ്നേഹമാണ്, പ്രവാചകനോട് വലിയ സ്നേഹമാണ്, ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ഒരിക്കൽ സാഹിർ പണിയെടുക്കുന്നുണ്ട്. തൻ്റെ യജമാനന്റെ കീഴിൽ നാൽക്കാലികളെക്കാൾ അദ്ദേഹം ഏറെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. അദ്ദേഹത്തിൻ്റെ കറുത്ത ശരീരത്തിലൂടെ വിയർപ്പിങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന വിയർപ്പിൻ്റെ ചെറിയ അരുവികളുണ്ട്. അദ്ദേഹം പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആരും കാണുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല. അടിമയാണ്, ആര് നോക്കാനാ? സാഹിർ അങ്ങനെ വെയിലത്ത് കത്തിയെറിഞ്ഞ് പണിയെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിന്റെ പിന്നിൽ ചെന്നിട്ട് ഒരു കൈ കൊണ്ട് അദ്ദേഹത്തിന്റെ 2 കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. പിന്നെ മറു കൈ കൊണ്ട് അദ്ദേഹത്തെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. നമ്മളൊക്കെ ഒരാളുടെ കണ്ണ് പൊത്തിപ്പിടിക്കലപ്പെടാം. നമുക്ക് അത്രയും സ്നേഹമുള്ള ഒരാൾ കാണുമ്പോഴല്ലേ, നമുക്ക് അത്ര ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരാളെ, നമുക്ക് അത്രത്തോളം സ്വതന്ത്രമായിട്ട് ഇടപഴകാൻ ധൈര്യമുള്ള ഒരാളെ കാണുമ്പോഴല്ലേ നമ്മൾ അയാൾ കാണാതെ അയാളുടെ കണ്ണ് പൊത്തിപ്പിടിച്ച് ആരാന്നറിയോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. സ്നേഹത്തിൻ്റെ അങ്ങേ തലക്കലാണത്. ഇന്നിപ്പോൾ ബാപ്പാക്ക് മക്കളെ കണ്ണുപോലും പൊത്തിപ്പിടിക്കാൻ പേടിയാണ്. കാരണം മക്കൾ പറയുന്ന മറുപടി എന്താന്ന് ബാപ്പാക്ക് നേരത്തെ കണക്കൂട്ടാൻ കഴിയില്ല. അതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. പ്രവാചകൻ സാഹിറിൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചപ്പോൾ സാഹിർ ബേജാറായി. എന്റെ കണ്ണ് പൊത്തിപ്പിടിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ പരിഗണിക്കാൻ ഈ മരുഭൂമിയിൽ ആരാ ഉള്ളത്? സാഹിർ ആകപ്പാട് അമ്പരന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, എന്നെ വിടൂ, എന്നെ വിടൂ, ആരാണ് എന്നെ പിടിച്ചിരിക്കുന്നത്? ആരാണ് എൻ്റെ കണ്ണ് പൊത്തിയത്? അയാളാകെ ബേജാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിൻ്റെ കണ്ണ് പൊത്തിയ കൈകൾ പതുക്കെ തിരിച്ചെടുത്ത് തൻ്റെ മുഖം സാഹിറിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചു. സാഹിർ അമ്പരന്ന് പോയി. തൻ്റെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്നത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം. സാഹിറാകെ മുഖം വിവർണമായി. അദ്ദേഹം ബേജാറായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഖത്ത് സന്തോഷമാണോ സങ്കടമാണോ വല്ലാത്ത ഒരവസ്ഥ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാ ഒരു സാധനം വിൽക്കാണ്ട്. മാർക്കറ്റാണല്ലോ അല്ലേ, മാർക്കറ്റാണ്, പലരും പല സാധനം വിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തമാശക്ക് പറഞ്ഞു, ദാ ഒരു സാധനം വിൽക്കാണ്ട് ട്ടോ, ആർക്കാ വേണ്ടത്? നല്ല വില കിട്ടിയാ വിൽക്കും. സാഹിർ സങ്കടത്തോടു കൂടി പറഞ്ഞു, റസൂലെ എനിക്കാര് വില കാണാനാ? കറുത്തവൻ, കാണാൻ ചന്തമില്ലാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, വെറും അടിമ, എനിക്കെന്ത് വിലയാണ് പ്രവാചകരെ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിന്റെ കാതിൽ സ്വകാര്യം പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, സാഹിർ, താങ്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കര വിലയുള്ളവനാണ്. താങ്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കര വിലയുള്ളവനാണ്. അതെങ്ങനെ പ്രവാചകൻ അറിഞ്ഞത്? അത് അള്ളാഹു വഹി മുഖേന അറിയിച്ചതാണ്. സാഹിർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സൂക്ഷ്മശാലിയായപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് ഏറെ വിലയുണ്ടായി. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഈ അറബികൾ കേരളത്തിൽ വന്ന് കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ പേരിൽ വിട്ടുനിൽക്കുന്ന ആ സാധുക്കളോട് പറഞ്ഞു, ഇസ്ലാമിൽ തൊട്ടുകൂടാത്തവനില്ല, അകറ്റി നിർത്തേണ്ടവരില്ല, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് വലിയ ഒരു ആശ്വാസമായിരുന്നു, അത്ഭുതമായിരുന്നു. അവർ അറബികളോട് ചോദിച്ചത്, ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ മനുഷ്യനായി കാണുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരിക എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൂട്ടത്തോടെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. കൂട്ടത്തോടെ
ഒന്നും രണ്ടുമല്ല, ഈ അവഗണന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. അവർ മുസ്ലിങ്ങളായി. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കേരളത്തിൽ വന്ന ഈ കച്ചവടക്കാരിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ അവർ എല്ലാ അർത്ഥത്തിലും സമ്പന്നരായിരുന്നു. കേരളത്തിലെ മുസ്ലിം ചരിത്രം പഠിക്കുമ്പോൾ അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. 2 15-ാം നൂറ്റാണ്ടിന് ശേഷം 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. മൂന്നാമത്തേത് ആധുനിക കാലഘട്ടം. ഇതിൽ 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വൈജ്ഞാനികമായി, വിശ്വാസപരമായി, ധാർമ്മികമായി, സാമ്പത്തികമായി ആ സമൂഹം വളരെ ധന്യരായിരുന്നു. സാമൂതിരി രാജാവിൻ്റെ വേണ്ടപ്പെട്ടവരായിരുന്നു, സാമൂതിരി രാജാവിൻ്റെ സഹായികളായിരുന്നു. അവർക്ക് നാട്ടിൽ സ്വാധീനമുണ്ടായിരുന്നു, അവർക്ക് പണമുണ്ടായിരുന്നു, അവർ സമ്പന്നരായിരുന്നു. മതപരമായിട്ട് ശിർക്കുകളില്ലാത്ത, ജാറങ്ങളില്ലാത്ത, മഖ്ബറകളില്ലാത്ത സമ്പന്നമായ സുന്ദരമായ ഒരു ചരിത്രമാണ് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെന്താ സംഭവിച്ചത്? 1498 കോഴിക്കോട് വാസ്കോഡഗാമ വന്നിറങ്ങി. വാസ്കോഡഗാമ വന്നത് കച്ചവടത്തിന് വേണ്ടിയായിരുന്നില്ല. നൂറ്റാണ്ടുകളായി ലോകത്ത് നിലനിൽക്കുന്ന കുരിശ് യുദ്ധത്തിന്റെ ഭാഗമായി യൂറോപ്യൻ ക്രൈസ്തവ സമൂഹത്തിന്റെ തീരുമാനമായിരുന്നു മുസ്ലിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലാതാക്കുക, മുസ്ലിങ്ങളുടെ സാമ്പത്തികമായ സ്രോതസ്സുകളെ മുറിച്ചു കളയുക. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ആ യൂറോപ്യൻ യൂണിയന്റെ അക്കാലത്തെ അതിൻ്റെ ഭരണപരമായ നേതൃത്വം കൈയാളിയിരുന്ന പോർച്ചുഗീസ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വാസ്കോഡഗാമ കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. വാസ്കോഡഗാമ തൻ്റെ ഉദ്ദേശം ഭംഗിയായി നിർവഹിച്ചു. സാമൂതിരിയും അറബി കച്ചവടക്കാരും തമ്മിലുള്ള കച്ചവടം അദ്ദേഹം നിർത്തിച്ചു, സാമൂതിരിയെ സ്വാധീനിച്ചു. സാമൂതിരിയുടെ കച്ചവടം പോർച്ചുഗീസുകാർ നേരിട്ട് ഏറ്റെടുത്തു. അറബികൾക്ക് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കച്ചവടത്തിന് വരാൻ പറ്റാതായി, അവർ വരാതെയായി, കച്ചവടം നിർത്തി. അപ്പം എന്താ സംഭവിച്ചു അറിയങ്ങള്? ഈ അറബി കച്ചവടക്കാരുടെയും സാമൂതിരി രാജാവിൻ്റെയും ഇടയിൽ ഇടനിലക്കാരായി നിന്നവരായിരുന്നു ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി നിലച്ചു. അറബികൾ വരാതായി, കച്ചവടം ഇല്ലാതായി. ഇവിടുത്തെ കച്ചവടം മുഴുവനും ഈ പോർച്ചുഗീസുകാർ നേരിട്ട് ഏറ്റെടുത്തു. അഥവാ കച്ചവടം ചെയ്ത് ജീവിക്കാൻ മാത്രം അറിയുന്ന ആ മുസ്ലിങ്ങൾക്ക് അവരുടെ വരുമാനത്തിൻ്റെ മാർഗങ്ങൾ മുഴുവനും അടഞ്ഞുപോയി. മാത്രമല്ല, വൈദേശികരുടെ ക്രൂരമായ അക്രമങ്ങൾക്ക് മുസ്ലിങ്ങൾ വിധേയരായി. നിങ്ങൾ ചരിത്രം ഞാൻ മക്കളോട് പറയാം, എപ്പോഴെങ്കിലും പഴയ ചരിത്രം ഒന്ന് വായിച്ചു നോക്കേണ്ടി. ഹജ്ജിന് വേണ്ടി കേരളത്തിൽ നിന്നും പോയ 400 ആളുകളുള്ള ഒരു കപ്പൽ സംഘത്തെ പുറംകടലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അവരെ കത്തിച്ച് അവർ കത്തിത്തീരുന്നത് വരെ പോർച്ചുഗീസ് നാവികന്മാർ അവരുടെ കപ്പലുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടിയ സങ്കടത്തിൻ്റെ കഥകൾ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കിട്ടും. അത്ര കേരളത്തിലെ മുസ്ലിം ഇന്ത്യയിൽ വൈദേശിക ആധിപത്യത്തിൻ്റെ പേരിൽ ഏറ്റവും തീഷ്ണമായ മർദ്ദനങ്ങൾക്ക് വിധേയരായ ജനവിഭാഗം ആരാണ് എന്ന് അന്വേഷിച്ചാൽ സത്യസന്ധമായ ചരിത്രം പറയുന്നത് കേരളത്തിൻ്റെ മാപ്പിളമാർന്നാണ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലെ മാപ്പിളമാർ വൈദേശികരോട് പൊരുതിയതുപോലെ, വൈദേശിക ആധിപത്യത്തിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ടതുപോലെ മറ്റൊരു ജനതയും കേരളത്തിൽ അത്ര പ്രയാസം നേരിട്ടിട്ടില്ല. അങ്ങനെ അവസാനം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്ക് തീരപ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഉൾനാടുകളിലേക്ക് പുഴകളിലൂടെ ചങ്ങാടം കെട്ടി ഉൾനാടുകളിലേക്ക് താമസം മാറ്റിയിരുന്ന ചാലിയാറിൻ്റെ കടലുണ്ടി പുഴയിലൂടെ അവർ ഉൾഗ്രാമങ്ങളിലേക്ക് മാറി. അങ്ങനെയാണ് ഈ ചാലിയാറിൻ്റെയൊക്കെ തീരങ്ങളിൽ ഫറൂഖും വാഴക്കാടും എടവണ്ണപ്പാറയും അരീക്കോടും എടവണ്ണയും മമ്പാടും പോലത്തെ മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങൾ ചാലിയാറിൻ്റെ തീരങ്ങളിൽ, അതേപോലെ മമ്പുറവും തിരൂരങ്ങാടിയൊക്കെ പോലെയുള്ള ഗ്രാമങ്ങൾ കടലുണ്ടിപ്പുഴയുടെ തീരങ്ങളിലൊക്കെ രൂപപ്പെട്ടതിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ അത് എത്തി നിൽക്കുന്നത് ഈ അധിനിവേശത്തിൻ്റെ വഴികളിലൂടെയാണ്. എന്തായിരുന്നാലും ഉൾപ്രദേശങ്ങളിലേക്ക് മുസ്ലിങ്ങൾ താമസം മാറ്റി. അവിടെ 2 അപകടങ്ങളുണ്ടായത്. ഒന്ന്, അവർക്ക് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്ന അറബികളുടെ വരവ് നിലച്ചതോടുകൂടി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മതപരമായ അവബോധം കൊടുക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഇല്ലാതായി, അത് അടഞ്ഞുപോയി. മാത്രമല്ല, ഈ ഉൾഗ്രാമങ്ങളിലേക്ക് കയറി വന്ന മുസ്ലിങ്ങൾ
അവർ ഇവിടുത്തെ ജന്മിമാരുടെ ഭൂമി പാട്ടത്തിനെടുത്ത് ആ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കി അവർ ജീവിക്കാൻ തുടങ്ങി. ഓരോ വിശാലമായ വയലുകൾ, അതിൻ്റെ അടുത്ത് ചെറിയ നിസ്കാര തട്ടികൾ പോലെ സ്രാമ്പികൾ, ചെറിയ നിസ്കാര പള്ളികൾ കെട്ടി ആ പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു സമൂഹം രൂപപ്പെട്ട് അവർ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. സംഗതി ദാരിദ്ര്യമാണ്, പ്രയാസമാണെങ്കിലും അവർ മനുഷ്യന്മാരായിട്ട് ജീവിച്ചപ്പോൾ നമ്മുടെ ഉൾനാടുകളിലുള്ള താഴ്ന്ന രീതിയിൽപ്പെട്ട ആളുകൾ അവരന്നും ഐത്തത്തിൻ്റെയും മേൽക്കോയ്മയുടെയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരായിരുന്നു. മുസ്ലിങ്ങളുടെ ഈ സുന്ദരമായ ജീവിതം കണ്ടപ്പോൾ അവർക്ക് തോന്നി, മുസ്ലിങ്ങളായാൽ കുഴപ്പമില്ലല്ലോ, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാലോ, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് മാന്യമായ വസ്ത്രങ്ങളും ധരിക്കാലോ, നമ്മുടെ വീട്ടിലേക്ക് മേൽജാതിക്കാരൻ അവകാശം പറഞ്ഞ് കയറി വരൂലല്ലോ. കേരളത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു. 1800കളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ച എന്താ, 10 വർഷത്തിന്റെ ഇടക്ക് 50,000-ഓളം ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് ഞാൻ സാക്ഷിയായി. 10 കൊല്ലം കൊണ്ട് 50,000. അന്നത്തെ 50,000 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ വലിയ ഒരു ഭാഗമാണത്. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, ഇസ്ലാമിലേക്ക് വന്നു. പക്ഷെ അവിടെ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായി. അവിടെയാണ് എൻ്റെ വിഷയം ആരംഭിക്കുന്നത്. അതാ പ്രസംഗമല്ല കേട്ടോ. ആ അവസ്ഥ അവിടെ ഉണ്ടാക്കിയൊരു അവസ്ഥ ഉണ്ട്. അതെന്താ നിങ്ങൾ, അതായത് ഈ ഇസ്ലാം മതത്തിലേക്ക് കയറി വന്ന ഇതര വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ വ്യത്യാസം എന്താണ് തൗഹീദ്, എന്താണ് ഈമാന്, എന്താണ് സുന്നത്ത്, എന്താണ് പ്രവാചകചര്യ, എന്താണ് ഖുർആൻ, ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളേ ഇല്ലായിരുന്നു. ആകപ്പാടെ മതപ്രബോധനം എന്ന് പറയുന്നത് പാതിരാത്രികളിൽ നടക്കുന്ന വയലുകളാണ്. ആ വയലുകളാവട്ടെ കുറെ ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ കെട്ടിപ്പൊറുക്കി ആളുകളെ കരയിപ്പിച്ച് സംഭാവന പിരിക്കുവാൻ മാത്രമുള്ള കേവലം ഒരു കച്ചവട പ്രവർത്തനങ്ങളായിരുന്നു പല വയലുകളും. പിന്നെ ഉള്ളത് പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പള്ളി ദർസുകളാണ്. 8-10 കുട്ടികളെ പഠിപ്പിക്കുക മാത്രം, അതിനു മാത്രം സൗകര്യമുള്ള പള്ളി ദർസുകളിലാണ് മതവിദ്യാഭ്യാസമാകെ. മദ്രസകളില്ല, മറ്റു സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. മാത്രമല്ല വൈദേശിക ആധിപത്യത്തിൻ്റെ കനത്ത ഭാരവും തീഷ്ണമായ അവഗണനയും മുസ്ലിം സമൂഹം കണ്ടമാനം ചുമക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് വരിക ആകെ വേണ്ടി എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ല. പണ്ട് ഒരു കഥ പറയാറില്ലേ, ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു മാപ്പിളനോട്, മാപ്പിള പറഞ്ഞോടാ എനിക്ക് മുസ്ലിം ആവണം, എന്നാ കെലിമ ചൊല്ലി. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരൻ ചോദിച്ചോലോ, എന്താണ് ഈ കെലിമ, ചൊല്ലിത്തരും മാപ്പിളെ, നിങ്ങൾ ചൊല്ലിത്തരണം, ഞാൻ ചൊല്ലിക്കോളാം. അതിന് മാപ്പിളക്ക് അറിയണ്ടേ എന്താ ചൊല്ലി കൊടുക്കാന്നില്ല, മൂപ്പർക്കും കെലിമ അറിയില്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മതം എന്താണെന്നറിയില്ല, ദീൻ അറിയില്ല, ഒന്നും അറിയില്ല. അവർ പഴയ മതത്തിൽ നിന്ന് വന്നു, ഇവിടെ വന്നു, തലയിൽ കെട്ടൊക്കെ കെട്ടി, കള്ളിത്തിനൊക്കെ എടുത്ത്, ഒരു നല്ല കൈയുള്ള ബനിയനൊക്കെ കെട്ടി, ഒരു അരപ്പട്ടൊക്കെ കെട്ടി, ഒരു പീച്ചാറ്റൊക്കെ തിരികെ വെച്ചാൽ മുസ്ലിമായ ആണായി. പെണ്ണാവണമെങ്കിൽ കാച്ചിത്തുണി എടുത്ത് നീണ്ട കുപ്പായിട്ട് തലയിൽ ഒരു തുണി മടക്കിയിട്ട് പേര് വാത്തുമ്മ ആയിഷയൊക്കെ മാറ്റിയാൽ അവർ മുസ്ലിമായി. അതിനപ്പുറം എന്താണ് ഈമാൻ, എന്താണ് ഇഖ്ലാസ്, എന്താണ് നിസ്കാരം, ഇതൊന്നും അവർക്ക് അറിയില്ല. അത് പഠിപ്പിക്കാൻ സംവിധാനമല്ല. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായത് 1901 പൊന്നാനിയിലുണ്ടായ മൗനത്തുൽ ഇസ്ലാം സഭയാണ്. അതുവരെ അതിനൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് ഇസ്ലാമിക സംസ്കാരം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായതുമില്ല, അതാരും അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് മുസ്ലിമാണ് എന്ന് പറയുമ്പോഴും അവരുടെ ആദ്യത്തെ മതത്തിൻ്റെ വിശ്വാസവും സംസ്കാരവും അവർ പിന്നെയും കൊണ്ടുനടന്നു. ഈ പ്രേതവിശ്വാസം കണ്ടല്ലോ, പ്രേതം. ഇപ്പം ഇവിടെയൊക്കെ അല്ല ഖുർആനും സുന്നത്തൊക്കെ പഠിക്കണ നല്ല കുട്ടികളാണല്ലോ. നിങ്ങളിങ്ങനെ ഏത് നട്ടപ്പാതിരക്കും ആ റോട്ടിൽ കൂടെ കയറി ജാമിയ സലഫിയൻ്റെ ക്യാമ്പസിലേക്ക് വരാൻ ഒരു പേടിയില്ലാത്ത കുട്ടികളാണ്. ആ റോട്ടിൽ എപ്പോൾ വന്നിറങ്ങിയാലും പാലക്കാട് കോഴിക്കോട് ബസ്സിൽ നട്ടപ്പാതിരക്ക് വന്നാലും പാട്ടും പാടി ഇങ്ങനെ കയറി വരുന്ന കുട്ടികളാണ്, ധൈര്യമുള്ള മക്കളാണ്. അങ്ങനെ ഇരിക്കെ പോരുന്ന വഴിക്ക് ഒരു പറങ്കുച്ചി കൊമ്പുമ്പോൾ ഒരു ബംഗാളി തൂങ്ങി മരിച്ചു വിചാരിക്കുക, ഓൻ്റെ ബോഡിയൊക്കെ പോലീസുകാർ കൊണ്ടുപോയി സംഗതിയൊക്കെ കഴിഞ്ഞ്. പക്ഷേ പിറ്റേന്ന് രാവിലെ അതിലെങ്ങനെ കയറി വരുമ്പോൾ റോട്ടിൽ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാത്തുക്കും, പാട്ടും പാടി എന്തേ പോണില്ല ഉണ്ട്, എന്താ പോകാത്ത ഒന്നുമില്ല, എന്താ നിങ്ങൾ ഒരാളെയും കൂടി കിട്ടണം കയറ്റം കയറാം, എന്ത് പേടി, എന്താ പേടി, ഇന്നലെ ബംഗാളി തൂങ്ങിയില്ലേ, ബംഗാളി തൂങ്ങിന് ബോഡിയൊക്കെ പോലീസുകാർ കൊണ്ടുപോയില്ലേ, എന്നാലും ഒരു പേടി. എന്താണ് ആ പേടി?
ആ പേടി എന്താ നിങ്ങൾ? നമ്മുടെ സഹോദരന്മാർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു മരണമുണ്ടായാൽ അതിങ്ങനെ ആത്മാവ് ഇങ്ങനെ ഗതി കിട്ടാതെ നടക്കും. അങ്ങനെ പോകുന്നവനെ ചാടിപ്പിടിച്ച് ഓൻ എന്തെങ്കിലുമൊക്കെ ആകും. വ്യാഴാഴ്ച രാത്രിയൊക്കെ കള്ളിയങ്കാട്ട് നീലിയൊക്കെ ആയിട്ട് നല്ല വെള്ളശാരിയൊക്കെ എടുത്ത് വെറ്റിലൊക്കെ ചൊപ്പിച്ച് അങ്ങനെ വലിപ്പിച്ച് കൊന്ത്രം പൊള്ളൊക്കെ ആയിട്ട് എവിടെയൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വരുമ്പോഴേക്കാരോ നിലാവെളിച്ചത്ത് അപ്പത്തൊരു വായൻ്റെ കൈ ഇങ്ങനെ ഇളകുക. ഉറപ്പിച്ച് കള്ളിയങ്കാട്ടന്നെ പിന്നെ ഒരു ഓട്ട. ഈ വിശ്വാസം എവിടുന്ന കിട്ടിയത് നിങ്ങൾ? ഇത് ഖുർആനിലില്ല. ഖുർആൻ വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. മനുഷ്യൻ മരിച്ചാൽ നല്ലോനായാലും ചീത്തയാണെങ്കിലും നല്ലോനാണെങ്കിൽ ഓൻ്റെ ആത്മാവ് ഇന്ന ഭാഗത്തേക്കും ചീത്തയാണെങ്കിൽ ഇന്ന ഭാഗത്തേക്കും പഠിച്ചോളല്ലേ നമ്മളൊക്കെ. പിന്നെ എങ്ങനെ ഇത് നമ്മളെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയായത്? അത് ബൈ ബ്ലഡ് കൂടെ അങ്ങനെ വന്നതാ. ആ പഴയ ആ തലമുറയുടെ വിശ്വാസം അത് തിരുത്തുന്ന പാഠങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായില്ല. അത് പഠിപ്പിച്ചു കൊടുക്കാനും സംവിധാനം ഉണ്ടായില്ല. ഒരു വീടൊക്കെ കുടിയിരിക്കുമ്പോൾ അറിയില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര ലക്ഷങ്ങൾ കൊടുത്ത് കോടി കൊടുത്ത് വീടുണ്ടാക്കിയാലും വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ ആദ്യം ആ വീടിൻ്റെ അടുക്കളയിൽ എന്താ ഉണ്ടാക്കൽ? വല്യമാക്ക് കുരിയരി കഞ്ഞി ഉണ്ടാക്കൽ, വല്ലിപ്പാക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയ പാല് തിളപ്പിച്ചില്ലേ? പാലൊന്നും തിളപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് തിളപ്പിച്ച പാലും ഇന്ന് തിളപ്പിച്ച പാലും ഒരു വ്യത്യാസം. എന്താ വ്യത്യാസം? ഇന്ന് പാല് അടുപ്പത്ത് വെച്ചാൽ വീട്ടിലമ്മ ഇങ്ങനെ നോക്കിക്കും തിളച്ച് വരുന്നുണ്ടോ. തളങ്ങനെ വരുമ്പോഴത്തിന് ഓടിച്ചെന്ന് സ്റ്റൗ ഓഫ് ആക്കും. കാരണം തിളച്ചാൽ പിന്നെ പാല് ചിന്തിപ്പോയാൽ ഒന്നിനും പറ്റൂല. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് പാലിങ്ങനെ തിളച്ച് പൊന്തി ഇങ്ങനെ വന്ന് പൊന്തി സ്റ്റീൽ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒഴുകിയപ്പോൾ മനസ്സിലിങ്ങനെ സന്തോഷത്തിൻ്റെ ലഡു എത്രനാ പൊട്ടിയത് തൂക്കി വെക്കൻ്റെ വേണം. അതിന് മാത്രം പൊട്ടിയത്. എവിടുന്നാ കിട്ടിയത് ഈ വിശ്വാസം? നിങ്ങൾക്കറിയോ എവിടുന്ന കിട്ടിയത്? ഇതൊക്കെ അങ്ങനെ വന്ന വിശ്വാസം, തിരുത്താത്ത വിശ്വാസങ്ങളാണ്. ഈ തിരുത്താത്ത വിശ്വാസങ്ങൾ മനുഷ്യരെ അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയിട്ട്, അതുകൊണ്ട് തന്നെ 18-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് ഇതൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെ വല്ലാത്ത ഒരവസ്ഥയുള്ള കാലഘട്ടം. അവരെ കുറ്റം പറയണ്ട. അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ല. പൗരോഹിത്യം എന്ന് പറയുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്തു ജീവിക്കുവാൻ മാത്രം നിശ്ചയിക്കപ്പെട്ട ഒരു ജനവിഭാഗമായി ജനങ്ങളുടെ അറിവുകേടിൽ ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവിടെ ചടങ്ങ്, 14 ചടങ്ങ്, 40 ചടങ്ങ്, 90 ചടങ്ങ്. എന്തിനേറെ ഒരു കുട്ടിക്ക് ആർത്തവായാൽ ആ ആർത്തവുണ്ടാകുന്നത് വരെ ഒരു കല്യാണാക്കാനും ഒരു സുന്നത്ത്, ഒരു കുട്ടിൻ്റെ മാക്ക കല്യാണം എന്ന് പറയുന്ന സുന്നത്ത് കല്യാണമൊക്കെ ചടങ്ങായി നടത്താനും അവിടെ പണ്ഡിതന്മാർക്ക് പങ്കുപറ്റാനുമൊക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ചിലയിടത്ത് ബാക്കിയുണ്ട് എന്ന് പറയുമ്പോഴാണ് ആ കാലഘട്ടത്തിൻ്റെ ഇരുണ്ട അവസ്ഥ നമുക്ക് മനസ്സിലാവുക. മാത്രമല്ല, ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കണമെങ്കിൽ നാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല. വിദ്യാഭ്യാസം അന്ധവിശ്വാസങ്ങളെ തകർത്ത് കളയുന്ന, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഉണ്ടാവാതിരിക്കാൻ കഠിനമായ ശ്രമങ്ങളുണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിലപാടുകളോട് മുസ്ലിം സമൂഹം ആ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അവർ തിരിഞ്ഞു നിന്നു. നിങ്ങൾ വെറുതെ ഖസാക്കിൻ്റെ ഇതിഹാസം ഒന്ന് വായിച്ചു നോക്കേണ്ടി. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച ആൾക്കാർക്കറിയാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് ഒരിത്തിരി അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ സമൂഹത്തിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളോടും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹികാവസ്ഥ ഉണ്ടായി. ഇനി ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായി 1922 ഐക്യസംഘം എന്ന പേരിൽ കേരളത്തിലെ ചില പണ്ഡിതന്മാർ കൂടിച്ചേർന്നു. ഐക്യസംഘം പേര് പോലെ അവരൊന്ന് കൂടി. അതിൻ്റെ ഉദ്ദേശം എന്താണ്? മതപ്രബോധനം എന്നല്ല, ഐക്യം ഉണ്ടാക്കുക. കേരളത്തിൽ മുസ്ലിങ്ങളുടെ സമ്പന്നർ താമസിച്ചിരുന്ന കൊടുങ്ങല്ലൂർ പോലുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ പല മുസ്ലിം തറവാട്ടുകാരും ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ ആരാ വലുത് ആരാ ഉഷാറ് അതിൻ്റെ പേരിൽ തെറ്റിയേക്കുക. മിണ്ടൂല, സലാം പറയില്ല, ഒരു ബന്ധമല്ല, പരസ്പരം ഏറ്റുമുട്ടും. അങ്ങനെ മുസ്ലിം തറവാട്ടുകാർ തമ്മിൽ തെറ്റി നിൽക്കുന്ന ഒരു കാലത്ത് ആ തറവാട്ടുകാരെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഐക്യസംഘം രൂപീകരിച്ചത്. ഖുർആനും സുന്നത്തും പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ആളുകൾക്കത് ബോധ്യമായി, അവർക്കത് മനസ്സിലായി, അവർ തെറ്റുതിരുത്തി, അവർ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പണ്ഡിതന്മാർക്ക് മനസ്സിലായി കേരളത്തിലെ ജനങ്ങളെ നന്നാക്കാൻ യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ പ്രബോധനമല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്നവർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1924 കേരളത്തിലെ ഒന്നാമത്തെ മതപ്രബോധന സംഘമായ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്.
ഈ ഞാൻ സംസാരിക്കുന്നത് ജാമിയ സലഫിയയുടെ ക്യാമ്പസിലാണ്. ജാമിയ സലഫിയ എന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരള ജംഇയ്യത്തുൽ ഉലമയുമായി എത്രമേൽ ബന്ധപ്പെട്ടതാണ് എന്ന് ഇവിടെ കൂടി എല്ലാവർക്കും അറിയാം. ഈ കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ 1-ാം ദിവസം മുതൽ, നമ്മളിപ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തുടക്കം ആലുവയിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പ് നടത്തി. ആ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനവുമായി വന്നത്, ഒന്ന് വിശ്വാസരംഗത്തെ അധാർമികതകൾക്കെതിരെ, 2 സാംസ്കാരിക രംഗത്തെ അധാർമികതകൾക്കെതിരെ. ഈ 2 രംഗത്തും കേരളത്തിൽ ഏറ്റാവുന്നിടത്തോളം വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ കഷ്ടപ്പാട് സഹിച്ച്, ബുദ്ധിമുട്ട് സഹിച്ച്, പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവർ കേരളത്തിലെ മുസ്ലിങ്ങളെ അവരുടെ നവോത്ഥാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത്. വിദ്യാഭ്യാസം പാടില്ല എന്ന് ഉറക്കെ പറഞ്ഞിരുന്ന ഒരു സമൂഹത്തെ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലേക്ക് പിടിച്ചു കൊണ്ടുവരാനേ ഈ പ്രസ്ഥാനം അനുഭവിച്ച കഷ്ടപ്പാട് കുറച്ചൊന്നല്ല. നിങ്ങൾ കേട്ടില്ലേ ചാലിലകത്ത് കുഞ്ഞോമദാജിനെ? അദ്ദേഹം പള്ളി ദർസുകളിൽ മാത്രം പോരാ ഇസ്ലാം, സാധാരണക്കാരൻ്റെ മക്കൾക്ക് മതം പഠിപ്പിക്കുന്ന മദ്രസകൾ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഒരു നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച ഒരു സമൂഹമുണ്ട്, ഒരു വിഭാഗമുണ്ട്. ആ സമൂഹം ഇന്ന് പറയാണ്, ഞങ്ങൾക്കാണ് കേരളത്തിൽ ഏറ്റവും തോനെ മദ്രസ ഉള്ളത്. ആരാ പറഞ്ഞങ്ങൾ? മദ്രസകൾ ഉണ്ടായാൽ ആ മദ്രസയിൽ പോകുന്ന കുട്ടി നരകത്തിലേക്ക് എത്തുമെന്ന് ഉറക്കെ പറഞ്ഞവർ ഇന്നവർ സ്വയം അഭിമാനിക്കുക. അവർക്കാണത്ര കേരളത്തിൽ ഏറ്റവും മദ്രസകളുള്ളത്. നമുക്ക് സന്തോഷമുണ്ട്, അവരാ വഴിയിലേക്ക് വന്നല്ലേ. തിരൂരങ്ങാടിയിൽ പ്ലേഗും അതേപോലെ മാരക രോഗങ്ങൾ പിടിപെട്ട് തിരൂരങ്ങാടി ഗ്രാമത്തിലെ 100 കണക്കിന് മുസ്ലിം വീടുകളിൽ രക്ഷിതാക്കൾ മരിച്ചുപോയി. നോക്കാൻ ആളില്ലാത്ത കുട്ടികൾ, മരിച്ചു കിടക്കുന്ന ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ശരീരം മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ നാളുകളിൽ ആ കുട്ടികളെ ക്രിസ്ത്യൻ മിഷനറിമാര് ഗവൺമെന്റിന്റെ സഹായത്തോടെ, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സഹായത്തോടെ ആ മുസ്ലിം വീടുകളിലെ കുട്ടികളെ ദത്തെടുത്ത് കൊണ്ടുപോയി അവരുടെ സ്ഥാപനങ്ങളിൽ വളർത്തി ക്രൈസ്തവ സംസ്കാരത്തിലേക്ക് ആ മക്കളെ കൊണ്ടുപോയപ്പോൾ സമുദായത്തിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ചതാ, അനാഥരാകുന്ന മുസ്ലിം കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്കൊരു ഇടം വേണം. തിരൂരങ്ങാടി യത്തീംഖാന സ്ഥാപിച്ചപ്പോഴേ യത്തീംഖാനന്റെ തൊട്ടു മുമ്പിൽ റോഡിന്റെ പക്കത്ത് യത്തീംഖാനക്കെതിരെ 10 ദിവസം നിർത്താതെ വയലു പറഞ്ഞ ഒരു വിഭാഗം അവരെന്ന് പറയാണ്, ഞങ്ങൾക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യത്തീംഖാനകൾ ഉള്ളത്. നമുക്ക് സന്തോഷമുണ്ട്, അവരാ വഴിയിലേക്ക് വന്നല്ലോ അല്ലേ. ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ പാടില്ല, അത് നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ സംഘടനാ പേര് പോലും ഇംഗ്ലീഷ് ഭാഷയിലെ ഡിക്ഷണറിയിൽ തെരഞ്ഞാൽ കിട്ടാത്ത അത്രയും സങ്കീർണമായ പദങ്ങളായി മാറിയപ്പോൾ ആ മാറ്റത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുണ്ടല്ലോ, ആ നേതാക്കൾ എത്രയേറെ സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ. മരുന്ന് കുടിക്കാൻ പാടില്ല, രോഗം വന്നാൽ പാത്രവുമായിട്ട് പള്ളിയിലേക്ക് പോയി പള്ളിയുടെ പിന്നാമ്പുറത്ത് ഉസ്താദിൻ്റെ റൂമിൻ്റെ പിറകിൽ ജനാലിൻ്റെ വാക്കത്ത് മാറി നിന്നിട്ട് പാത്രം കൊടുത്ത് ഉസ്താദ് എഴുതി കൊടുക്കുന്ന അറബി അക്ഷരത്തിൻ്റെ മഷി അത് കലക്കി കുടിച്ചാൽ രോഗം മാറുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തിൻ്റെ പിന്നിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ വയർപ്പുണ്ടല്ലോ, അത് അളക്കാൻ പറ്റാത്ത വിധം. ചുരുക്കത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ സാംസ്കാരിക പുരോഗതിയുടെയും പിന്നിൽ ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ കൊണ്ട വെയിൽ, അവരുടെ അധ്വാനമുണ്ട് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുണ്ടല്ലോ, നിങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ വൃത്തികെട്ട ചരിത്രങ്ങൾ വരുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനവും ഇസ്ലാഹി പ്രസ്ഥാനവും ഒക്കെ കേരളത്തിൽ നടത്തിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും നിഷേധിച്ച് വ്യാജമായ ചരിത്രങ്ങൾ ചമച്ചെടുത്ത് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന കാലത്ത് പുതിയ തലമുറയിലെ മക്കൾ ഓർത്തിരിക്കണം, ഈ വളർച്ചയ്ക്ക് പിന്നിലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ച്. തീർന്നില്ല, ഇപ്പോഴും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഏറെ പുരോഗതി ഉണ്ട് എന്ന് പറയുമ്പോഴും മാമൂലുകളുടെ പേരിൽ, സമൂഹത്തിൽ കെട്ടിനിൽക്കുന്ന അനാചാരങ്ങളുടെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെ, വീട്ടിൽ സ്വർണമുണ്ട്, അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ മകനെ അറുക്കണമെന്ന് പറയുമ്പോൾ പൊന്നോമന മകനെ അറുക്കുവാൻ മന്ത്രവാദിക്ക് മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു രോഗമുണ്ട്, ആ രോഗം മാറണമെങ്കിൽ നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഞാൻ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് ശുശ്രൂഷിക്കട്ടെ എന്ന് പറഞ്ഞ് മന്ത്രവാദിയും ഭാര്യയും വാതിലടച്ച് റൂമിലിരിക്കുമ്പോൾ പുറത്ത് കാവലിരിക്കുന്ന പൊട്ടന്മാരായ ഭർത്താക്കന്മാരെ വാർത്തെടുക്കുന്ന ഒരു വിശ്വാസപരമായ അധാർമികമായ ആചാരങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ അടുത്ത കാലത്ത് ജീവനൊടുക്കിയത്.
നമ്മളൊക്കെ സ്ത്രീധനത്തിനെതിരെ പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഉസ്താദേ ഇനിയിപ്പോൾ സ്ത്രീധനത്തിനെതിരെ ഒന്നും പറയണ്ട, ഇപ്പം ആരാ സ്ത്രീധനം വാങ്ങൽ, സ്ത്രീധനമൊക്കെ നിന്നില്ലേ, ഇപ്പം സ്ത്രീധനം ഉണ്ടോ, ഇപ്പം സ്ത്രീധനം ഉണ്ടോ? കല്യാണം നടക്കുന്ന വീടുകൾ നിങ്ങൾ ചോദിക്കണം. നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായിട്ട് വലിയ വറുതിയുണ്ട്, സാമ്പത്തികമായിട്ട് ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ്. നമ്മളൊക്കെ സമുദായത്തെയും ആളുകളെയും ഒക്കെ വലിയ രൂപത്തിൽ സഹായിച്ചിരുന്ന ചില ധനികരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അവരുടെ അടുത്ത് ചെന്ന് നോക്കണം, അവർ പറയും നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്. പക്ഷേ നമ്മുടെ നാട്ടിലെ ജ്വല്ലറികളിൽ കച്ചവടം പൊടിപൊടിക്കുന്നു. പലചരക്ക് കടയിൽ പോലും സാധനം വാങ്ങാൻ ആളില്ലാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജ്വല്ലറികളിൽ കച്ചവടം പൊടിപൊടിക്കുന്നു. സ്വർണം വാങ്ങുന്നതേ അത് അലങ്കാരത്തിന് വേണ്ടിയല്ല, അവനവൻ്റെ മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ മകള് ചെല്ലുന്ന വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ പെൺകുട്ടിയുടെ കഴുത്തിൽ മഞ്ഞലോഹം ഉണ്ടാവാൻ വേണ്ടി വീട് വിറ്റ്, കരള് വിറ്റ്, വൃക്ക വിറ്റ് പണമുണ്ടാക്കി ഇന്നും സ്ത്രീധനമുണ്ടാക്കാൻ, കല്യാണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലുണ്ട്, ഒരു കുറവുമില്ല, ഇഷ്ടം പോലുണ്ട്. ഈ സ്ത്രീധനമെന്ന വേണ്ടാത്തരമൊക്കെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവാൻ മുജാഹിദ് പ്രസ്ഥാനത്തോളം കേരളത്തിൽ പൊരുതിയ വിപ്ലവമുണ്ടാക്കിയ മറ്റൊരു പ്രസ്ഥാനം രാഷ്ട്രീയ നവോത്ഥാന അല്ലെങ്കിൽ ഭൗതിക രംഗത്ത് എവിടെയും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റൂല. കുറ്റിപ്പുറം സമ്മേളനമൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടങ്ങളെ കുറിച്ചിടുന്ന കുറ്റിപ്പുറം മുജാഹിദ് സമ്മേളനമൊക്കെ സ്ത്രീധനത്തിനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൻ്റെ മനോഹരമായ കഥകൾ കൊണ്ട് സമ്പന്നമായ കാലഘട്ടമാണ്. ബിസ്മി എന്ന ഒരു സംഘം നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ, കുട്ടികളെ കേട്ടിട്ടുണ്ടാവും ബിസ്മി. എന്താ ബിസ്മി പറഞ്ഞാൽ? ബിസ്മി എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇസ്ലാമിക് മിഷനറി ആൻഡ് സർവീസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ സർവീസ് ആൻഡ് മിഷനറി ഇൻഫർമേഷൻ. ഇതാണ് ബിസ്മി. ഇത് നമ്മുടെ കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ കീഴിലുള്ള ഒരു ഉപഘടകമാണ്. എന്തിനറിയോ? സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെ ഒരുപാട് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണ്ടും ആണ്ടറുതികളുമായി മനുഷ്യനെ ചൂഷണം ചെയ്ത് അവൻ്റെ ചോര പോലും ഊറ്റിക്കുടിക്കുന്ന പണ്ഡിതവർഗത്തിൻ്റെ ദുഷിച്ച പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തിൽ നവോത്ഥാനത്തിൻ്റെ കൊടുങ്കാറ്റുണ്ടാക്കാൻ നമ്മുടെ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു ചെറു സംഘമാണ് ബിസ്മി. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറിയ ചെലവില്ലാത്ത ചെറിയ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അമുസ്ലിങ്ങൾ പോലും പറയുന്നൊരു പേരുണ്ട്, ബിസ്മി കല്യാണാലയം. ബിസ്മി കല്യാണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം അത് വ്യക്തമാണ്, ചെലവ് കുറഞ്ഞ കല്യാണങ്ങളാ ബിസ്മി കല്യാണം. കാരണം എന്താ പറയുക, വിവാഹത്തിൻ്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ചൂഷണങ്ങൾ അന്നും ഇന്നും നടക്കണേ. 2, 3, 4 ഒക്കെ പെൺകുട്ടികളുള്ള ഒരു പിതാവ് അയാൾ ഒന്നുമല്ലാതെ വീട് വിറ്റ് വാടകപ്പരയിൽ പാർക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് ഈ മക്കളെ കെട്ടിച്ചയക്കുന്നതിലൂടെയാണ്. സത്യത്തിൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് വിവാഹം. പക്ഷേ ഇസ്ലാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിടത്ത്, വിവാഹത്തിൻ്റെ രൂപം പഠിപ്പിക്കുന്നിടത്ത്, വിവാഹത്തിൻ്റെ പെണ്ണിനെ കാണുന്നത് മുതലുള്ള കല്യാണത്തിൻ്റെ ചെലവുകൾ അത്രയും വരനെയാണ്, പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ പെണ്ണിനേക്കാൾ ഒരു പടി മേലെയാണ് ആണ് എന്ന് അള്ളാഹ് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ പറഞ്ഞേ? മൂക്കിൻ്റെ താഴെ രോമം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ മാറ്റം ഉണ്ടാവുന്ന അതല്ല പറഞ്ഞേ. ആ പെണ്ണിന് വേണ്ടി ചെലവഴിക്കേണ്ടവൻ അവനാണ് എന്നതുകൊണ്ടാണ് ഒരു പരിധി വരെ ഒരു പടി അവൻ അല്ലാഹു തആല ഉയർന്ന പദവി കൊടുത്തത്. വിവാഹാന്വേഷണം മുതൽ അതിൻ്റെ ചെലവുകൾ അത്രയും ആണിനെ ഏൽപ്പിച്ച മതമാണ് ഇസ്ലാം. വിവാഹം, നിക്കാഹ്, വസ്ത്രം, താമസം, ഭക്ഷണം, എന്തൊക്കെ ചെലവുണ്ടോ അതൊക്കെ പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കാൻ ഒരു പുരുഷന് ശേഷിയില്ലെങ്കിൽ, സാമ്പത്തികമായ കഴിവില്ലെങ്കിൽ, ആ പുരുഷനെ സഹായിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്നുകൂടി ഇസ്ലാം മതം പഠിപ്പിച്ചു. ഗൾഫിലൊക്കെ ചെന്നാൽ കാണാം, പള്ളിയിലൊക്കെ ചെറിയ ബോക്സുകൾ കാണാം. ആ ബോക്സിൻ്റെ മേലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും. ആ സ്റ്റിക്കർ എന്താ നിങ്ങൾ? വിവാഹം കഴിക്കുവാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരെ സഹായിക്കുന്ന സംഘടന എന്നാണ്. എന്നിട്ട് അതിൽ വീഴുന്ന പണം അത് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുണ്ട്, പക്ഷെ മഹർ കൊടുക്കാനും പെണ്ണിന് വീടൊരുക്കാനും വസ്ത്രം വാങ്ങാനും ഒന്നും സാമ്പത്തിക ശേഷിയില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാർക്ക് ഈ പണം കൊടുത്തിട്ട് അവരെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന മനോഹരമായ സംവിധാനം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇബ്ലീസ് അത് അട്ടിമറിച്ച്. ഇവിടെ ആരെയെ സഹായിക്കല്? എന്ന് കല്യാണം ഉണ്ടോ? കല്യാണം ഉണ്ട്. എന്താ കെട്ടിച്ചാടുന്നോണ്ട് എന്നാ ഇപ്പം എന്തേലും കൊടുക്കേണ്ടി വരുമല്ലോ. സത്യത്തിൽ കൊടുക്കേണ്ടത് കെട്ടണവനാ. കെട്ടിക്കുന്നവൻ കൊടുക്കുന്നത് എന്താ? നിങ്ങൾ സ്ത്രീധനാണ്. അത് തെറ്റാണ്. തെറ്റായ ഒരു സംഗതിക്ക് നമ്മൾ പങ്കാളികളാവാൻ പാടില്ല.
താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾ പരസ്പരം സഹായിക്കാവൂ, തിന്മയുടെ കാര്യത്തിൽ സഹായിക്കാൻ പാടില്ല. ഒരാള് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ സാമ്പത്തിക സഹായം കൊടുത്താൽ അത് തിന്മയെ സഹായിക്കലല്ലേ? ഇപ്പോൾ ഒരാള് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നൊരു കള്ളം പറയാണ്, പിന്നെ നാളെ ഞാൻ നിങ്ങളെ വീട്ടിൽ കയറുട്ടോ, നിങ്ങളെ വീട്ടിൽ കയറിങ്ങാണ്ട് നിങ്ങളെ സ്വത്ത് മുഴുവനും കൊള്ളയടിക്കട്ടോ എന്നൊരു കള്ളം പറഞ്ഞ് ഞാൻ പിറ്റേന്ന് പള്ളിക്ക് വന്ന് നാട്ടുകാരോട് പറയാം, പൊന്നാറ നാട്ടുകാരെ, നിൻ്റെ പെരയിൽ കള്ളം കയറാൻ സാധ്യതയുണ്ട്, ഞാൻ സാധുവാണ്, എൻ്റെ പെരയിൽ ഒന്നുമില്ല, അതുകൊണ്ട് കള്ളം കക്കാൻ വരുമ്പോൾ ഓൻ എന്തേലും കിട്ടാൻ വേണ്ടി നിങ്ങളൊരു 10,000 രൂപ എനിക്ക് തരണിട്ട് പറഞ്ഞ് നിസ്കാര ശേഷം പള്ളിക്കെന്ന് പിരിവെടുത്ത് ഞാൻ എൻ്റെ പെരയിൽ പൂട്ടില്ലാത്ത അലമാരൻ്റെ മേലെ കൊണ്ടുവച്ച് രാത്രി കള്ളം വന്ന് കട്ടുകൊണ്ടുപോയാൽ രാവിലെ പുറത്തിറങ്ങിയിട്ടോ എൻ്റെ പെരയിൽ നിന്ന് കള്ളം 10,000 കൊണ്ടുപോയി എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയോ? ഞാൻ എൻ്റെ പെൺമക്കളെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മഹർ വാങ്ങിയിട്ട് ആ പെണ്ണിനെ കൊടുക്കണ്ടേ? അതിൻ്റെ പകരമായിട്ട് പെണ്ണിനെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പണവും കൂടി കൊടുക്കാൻ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ ഉദാഹരണം ഉണ്ട്. ഞാൻ തന്നെ പറഞ്ഞിനി, എലി ചത്തിട്ട് അതൊന്ന് കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പണിക്കാരനെ വിളിച്ചപ്പോൾ ഓനോട് പൈസ ചോദിച്ചു, 100-200 ചോദിച്ചേ. എൻ്റെ നാട്ടിലെ പശു ചത്തപ്പോൾ അതൊന്ന് കുഴിച്ചിടാൻ വേണ്ടി ഓൻ 2,000 ചോദിച്ചേ. എൻ്റെ കക്കൂസിൻ്റെ ടാങ്ക് നിറഞ്ഞപ്പോൾ അത് കോരി കൊണ്ടുപോകാൻ വന്നോ 10,000 ചോദിച്ചേ. ഞാൻ കൊടുത്തിക്കണ്, കാരണം വേസ്റ്റ് പോയി കിട്ടണ്ടേ. എൻ്റെ മകളെ കെട്ടിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മകളെ കൊണ്ടുപോകണമെങ്കിൽ 5 ലക്ഷം വേണമെന്ന് പറയുമ്പോൾ ഞാനത് കൊടുത്തോളാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഞാൻ നിശ്ചയിച്ച വില എന്താ? എൻ്റെ കക്കൂസ് കോരാൻ 10,000 ആയിട്ടുള്ളൂ. അതിൻ്റെ എത്ര ഇരട്ടിയാ ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാൻ കൊടുക്കണ്ടേ? എൻ്റെ മകൾ അത്ര മോശം, ഓള് വീട്ടിൽ നിന്നോട്ടെ. എൻ്റെ മകൾ അത്ര മോശം, എങ്ങനെങ്കിലും കട്ടകാലത്തിന് കക്കൂസ് കൊണ്ടുപോയ മാതിരിക്ക് ഒന്ന് കൊണ്ടുപോയി കിട്ടിയെങ്കിൽ വിചാരിച്ച് അതിൻ്റെ കൂടെ പണം കൊടുത്ത് എൻ്റെ മോളെ പറഞ്ഞേക്കാൻ മാത്രം എൻ്റെ മോൾ എനിക്ക് മോശമാണോ? പെൺകുട്ടികളൊക്കെ അത് മനസ്സിലാക്കണം. പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോൾ നാരങ്ങള്ളം കൊടുത്ത് തന്നാമല്ലോട് ചിത്രം വരച്ച് നിൽക്കുമ്പോഴേ ഒന്ന് മുഖത്തേക്ക് നോക്കി ചോദിക്കണം, നിങ്ങൾക്ക് എന്താ വേണ്ടിയ, പെണ്ണാണോ പൈസയാണോ? പൈസയാണെങ്കിൽ തൊട്ടടുത്ത മുത്തൂറ്റ് ഫിനാൻസിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, പെണ്ണാണെങ്കിൽ ഞങ്ങളെ കൂടെ അവസാനം വരെ ഉണ്ടാവും, എന്നെ കൊണ്ടുപോകാൻ റെഡി ഉണ്ടോ? അത് കൃത്യമായിട്ട് ചോദിക്കാനുള്ള തൻ്റെ ഇടങ്ങൾ കാണിക്കണം. അല്ലാതെ തല കുരിച്ച് ഇപ്പം എന്താ പ്രശ്നം? എൻ്റെ ഒരാൾ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച് ഓൻ കരുതി വലിയ സന്തോഷത്തിലാണ്, കാരണം ഒരു കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തിയല്ലോ. പിറ്റേന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ചെയ്ത് വല്ലാത്തൊരു പൊട്ടത്തരായി. നിങ്ങൾക്കൊരു 10 പവൻ ആണെന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടി 10 പവൻ തന്നാൽ എൻ്റെ കയ്യുമൊരു 10 വളയിലുണ്ടാവില്ലല്ലോ, ഇപ്പോൾ ഒരു വസ്തു ഇല്ലല്ലോ, വല്ലാത്തൊരു പൊട്ടനായല്ലോ നിങ്ങൾ. ബന്ധത്ത് വന്ന് പറയാ, പൊന്നാർ ഉസ്താദേ ഞാൻ അടുത്ത പണിയൊക്കെ വെറുതെ, ഞാൻ വന്ന് വെറുതെ ആവൂല, എനിക്ക് പടച്ചോൻ കൂലി തരുന്ന പറഞ്ഞ്. ഇതാണ് അവസ്ഥ. പെൺകുട്ടികളെ ഈ രംഗത്ത് എന്നല്ല, സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നിടത്തൊക്കെ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടാവേണ്ടത് സ്ത്രീകളാണ്. കാരണം അവരാണ് വീട്, അവരാണ് കുടുംബം, അവരാണ് ഒരു കുടുംബത്തിൻ്റെ അടിത്തട്ട്, അവരിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ആ മാറ്റമാണ് സമൂഹത്തിൻ്റെ നെറുകയിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ മുജാഹിദ് ഇന്ത്യയൊക്കെ ബാപ്പ സാധു ഇനി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളേന്. എൻ്റെ വീടിൻ്റെ ചുമര് എന്നൊക്കെ പറഞ്ഞാൽ ഈ മുള ഇങ്ങനെ കൊത്തിയിട്ട് എന്തായാലും പേരറിയാം. അങ്ങനെ അതുകൊണ്ടാണ് എൻ്റെയൊക്കെ വീടിൻ്റെ ചുമര് വാതിലൊക്കെ തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കിയ വാതില. ആ വാതിലുമേ കുറ്റിപ്പുറം സമ്മേളനം കഴിഞ്ഞ് വന്നപ്പോഴെന്നുകൊണ്ട് എൻ്റെ വാപ്പ ഒരു സ്റ്റിക്കർ കൊടുന്ന് മനോഹരമായിട്ട് ഒട്ടിച്ച്. എന്തേന്നറിയോ? സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത്, ബിസ്മി അതിൻ്റെ താഴെ. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ബാപ്പ 2ാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ച്. ഇന്ന് ഞമ്മക്കൊന്നും ധൈര്യമല്ല, ആണത്തത്തിൻ്റെ സ്റ്റിക്കർ. എന്താ നിങ്ങൾ? സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് ക്ഷണിക്കരുത്. ഇവിടെയൊക്കെ മുടി നിറച്ച പഴയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മുടെയൊക്കെ വീടിൻ്റെ മരത്തിൻ്റെ വാതിലുകളിൽ, വാതിൽക്കട്ടിലിൻ്റെ മുകളിലൊക്കെ നമ്മൾ മനോഹരമായിട്ടാണ് ഒട്ടിച്ചു വെച്ചേ, സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് ക്ഷണിക്കരുത്. ആണത്തത്തിൻ്റെ ഒരു വാക്കായിരുന്നത്. അങ്ങനെ പൊരുതിയിട്ടല്ലേ നമ്മൾ ഈ സാധനമൊക്കെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പം എന്താ കാരണം പറഞ്ഞാലോ? എങ്ങനെയാ സ്ത്രീധനം വാങ്ങാതെക്കുക? കല്യാണത്തിന് ചെലവില്ല. കല്യാണത്തിന് ചെലവില്ല. എന്താ കല്യാണത്തിന് ചെലവ്? 5 ലക്ഷത്തിൻ്റെ ഓഡിറ്റോറിയം എടുത്താലേ കല്യാണം ശരിയാവുന്നുണ്ടോ? കല്യാണത്തിന് ചെലവില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖൈറുൻ നിക്കാഹി ഐസറു, ഏറ്റവും നല്ല വിവാഹം ഏറ്റവും ലളിതമായ വിവാഹമാണ്. നമ്മളൊക്കെ നാട്ടിൽ ഒരു കല്യാണം ഉഷാറാവണമെങ്കിൽ 3-4 മന്ത്രിമാർ വേണം, 2-3 അറബികൾ വേണം, JCB വേണം, ഒട്ടകം വേണം, 1.5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ആവണം, ഒരു 4-5 ചെമ്പ് ബിരിയാണി പൊട്ടിക്കാതെ ബാക്കിയാവണം. ഇതൊക്കെ ആവുമ്പോഴാണ് നമ്മളോ ഭയങ്കര കല്യാണം എനിക്ക് പറയാം
അല്ലേ? കല്യാണ ഉഷാറാവല് ലാളിത്യം കൊണ്ട. പണ്ട് സുഹൈർ മൗലവി പറയാറുണ്ടായിരുന്നു, കല്യാണം ഉഷാറാവണം, ചെലവ് ചുരുക്കണം, ചായയും കടിയും വേണ്ട, കടിയും കുടിയും ഒരുമിച്ചാക്കാം. എങ്ങനെ? ഒരു പായസം ഉണ്ടാക്കുക, അതിൽ 2 അണ്ടിപ്പരിപ്പ് ഏറിടുക, എന്നാൽ അതിൽ തന്നെ കടി ഉണ്ടാവും കുടി ഉണ്ടാവും, അത് മതി കല്യാണത്തിന് എന്ന് കേരളത്തിൽ പ്രസിദ്ധമായി പ്രസംഗിച്ച നാളുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ, ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ, ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഈ സാമൂഹ്യ പുരോഗതി ഉണ്ടല്ലോ, വിദ്യാഭ്യാസ രംഗത്ത്, കുടുംബജീവിത രംഗത്ത്, അവൻ്റെ ജീവിത നവോത്ഥാന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ, രാഷ്ട്രീയ രംഗത്തൊക്കെ ഇന്ത്യയിൽ കേരളത്തിലെ മുസ്ലിങ്ങളെക്കാൾ മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിൽ എത്ര ഉണ്ട്? നിങ്ങൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴേ അവിടെ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു രേഖകൾ? നിങ്ങൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴേ അത് എഴുതി എന്താ അറിയുങ്ങളോ? ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുന്നോ, പിന്നെ മണ്ണ് റോഡാ, കുണ്ടും കുഴി, ആ ടാറിട്ട റോഡ് അവസാനിക്കുന്ന അവിടുന്ന് അങ്ങോട്ട് പാർക്കണേ മുസ്ലിങ്ങളേക്കാരം. ഓൽക്ക് റോഡില്ല. റോഡ് എങ്ങനെ ഉണ്ടാക്കണ്ടേ ഓൽക്ക് അറിയില്ല, ഇതാരോടാ ചോദിക്കണ്ടേ ഓൽക്ക് അറിയില്ല, ഇതേതാ രാഷ്ട്രീയം എന്നറിയില്ല, ഓൽക്ക് റോഡില്ല. കരണ്ട് കമ്പികൾ എവിടെയാണോ അവസാനിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് കരണ്ടില്ലാത്ത മണ്ണെണ്ണ വിളക്കുകൾ മുനിഞ്ഞു കത്തുന്ന ഗ്രാമങ്ങളുണ്ടല്ലോ, അത് മുസ്ലിം ഗ്രാമങ്ങളേക്കാരന. ഓർക്കറിയില്ല ഈ കരണ്ട് എവിടുന്ന കൊണ്ടന്റ്. അവർ വോട്ട് ചെയ്യാറുണ്ട്, മുതലാളിമാര് ജന്മിമാര് പറയുന്നിടത്ത് അവർ വോട്ട് ചെയ്ത് പോരാറുണ്ട്. അവർക്ക് രാഷ്ട്രീയം അറിയില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിലേ ആ രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ അടിത്തറയിട്ട് ഇവിടത്തെ സലഫി പ്രസ്ഥാനമാണ് എന്നത് ആർക്കാ നിഷേധിക്കാൻ പറ്റുക? ചുരുക്കത്തിൽ ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ച് ഞാൻ ഈ പറയണൊക്കെ എൻ്റെ മുമ്പിലെ പഴയ തലമുറക്ക് ശരിക്കും എന്നെക്കാട്ടിലറിയാം. ഈ പുളിക്കലെ തലയെ മുടിയൊക്കെ നരച്ച ഒരാളെ എത്തിയിരുന്നിട്ട് നിങ്ങളൊരു 50 കൊല്ലത്തെ കഥ പറഞ്ഞാൽ പ്രസംഗമല്ലെങ്കിലും മനോഹരമായിട്ട് പറഞ്ഞുതരും. പക്ഷേ എൻ്റെ മുമ്പിലൊരു പുതിയ തലമുറയുണ്ട്. വാട്സാപ്പുകൾ, ഇൻ്റർനെറ്റുകളിൽ ജീവിതത്തിൻ്റെ വഴി തെരയുന്ന ഒരു പുതിയ തലമുറ. നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയില്ല, നിങ്ങളോട് ആരും ഇത് പറയില്ല. വക്രീകരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ കാലത്താണ് നിങ്ങൾ, അഥവാ സത്യാനന്തര കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യം മൂടി വെച്ചിട്ട് അസത്യം പ്രചരിപ്പിക്കപ്പെടുന്ന വല്ലാത്ത ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം. ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ചിലരൊക്കെ ഞങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ സമൂഹത്തിൽ നിന്ന് പറിച്ചറിയാൻ ശ്രമിച്ച ആ അവസ്ഥകളുണ്ടല്ലോ, പള്ളിയുടെ ചെരുവിൽ ഷെഡ് കെട്ടിയിട്ട് മാനസിക രോഗികളെ ചികിത്സിക്കുന്ന അവസ്ഥകൾ വീണ്ടും നിലവിൽ വരണം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്നവർ ഇവിടെ ആധുനികതയുടെ വാക്താക്കളാവാൻ ചമയുന്ന കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കള് ചരിത്രം പഠിച്ച് ബോധമുള്ളവരായി സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പ്രസ്ഥാനം നടത്തിയ പോരാട്ടത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.